എയിൽ സ്വദേശിവൽക്കരണ നിയമം ലംഘിച്ച കമ്പനികൾക്കെതിരെ നടപടികൾ തുടരുന്നു. നിയമം ലംഘിച്ച 100 കമ്പനികൾക്ക് കൂടി പിഴ ചുമത്തിയതായി മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 2022 മുതൽ ഇതുവരെ നിയമം ലംഘിച്ചത് 995 കമ്പനികളാണ്. വ്യാജ സ്വദേശിവൽക്കരണ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം 1660-ലെത്തിയതായി UAE മാനവവിഭവശേഷി എമിറൈറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. സ്വദേശിവൽക്കരണ നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഇതുവരെ 995 കമ്പനികളാണ് നിയമലംഘനത്തിന് ശ്രമിച്ചത്. കഴിഞ്ഞ നവംബർ മുതൽ 2 മാസത്തിനിടെ 100-ലധികം കമ്പനികൾക്ക് പിഴ ചുമത്തിയതായി മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. നിയമം ലംഘിച്ച കമ്പനികൾക്ക് UAE പൌരന്മാരെ നിയമിക്കുന്നതിനുള്ള ഇമറാത്തി ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് കൌൺസിൽ പ്രോഗ്രാമിൽ നിന്ന് ഇനി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കൂടാതെ ഈ കമ്പനികൾക്കെതിരെ 20,000 മുതൽ 1 ലക്ഷം ദിർഹം വരെ പിഴ ഈടാക്കും. അതോടൊപ്പം നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈമാറുകയും ചെയ്യും. UAE പൌരന്മാരുടെ പേരിൽ തെറ്റായ തൊഴിൽ പെർമിറ്റുകൾ നേടിയെടുത്ത കമ്പനിയിൽ യഥാർത്ഥ റോളില്ലാതെ കുടുംബാംഗങ്ങളെ നിയമിക്കുകയോ തൊഴിൽ രേഖകൾ വ്യാജമാക്കുകയോ ചെയ്യുന്നത് വ്യാജ സ്വദേശി നിയമനത്തിൽ ഉൾപ്പെടുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്ന കമ്പനികൾ തരംതാഴ്ത്തൽ നടപടികൾ നേരിടേണ്ടി വരും. ഇതോടെ വർക്ക് പെർമിറ്റിനും ട്രാൻസ്ഫർ ഫീസായും വലിയ തുകയും നൽകേണ്ടി വരും. നിലവിൽ 250 ദിർഹം നൽകുന്നതിന് പകരം ഇത്തരം കമ്പനികൾ 3850 ദിർഹം നൽകേണ്ടി വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവരെ 19,000 സ്വകാര്യ കമ്പനികളാണ് സ്വദേശികളെ നിയമിച്ചിട്ടുള്ളത്. നിയമം പ്രാബല്യത്തിൽ വന്ന ശേഷം ഇതുവരെ 92,000 സ്വദേശികൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ജനം, ദുബായ്.